ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിമിഷ സ്മാർട്ട് കുക്കിംഗ് നിങ്ങളുടെ എല്ലാവരെയും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേ മൾട്ടിഗ്രെയിൻ മട്ടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കും. നല്ല ഹെൽത്തി സ്നാക്സ് റെസിപ്പിയാണ്. നമുക്ക് കുറേ ദിവസത്തേക്ക് ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ കേട്ടോ. എയർടൈറ്റ് ഡബ്ബയിലായിട്ട് വെച്ചാൽ മതി. അപ്പം നല്ല നമുക്ക് എണ്ണയിലൊക്കെ വറുത്ത സ്നാക്സ് കഴിക്കുന്നതിനെക്കാട്ടും നല്ല ഇതുപോലെയൊക്കെയാണെങ്കിൽ കഴിക്കുവാണെങ്കിൽ നല്ല ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ 1 കപ്പ് ജവാർ ആട്ട എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഞാൻ ബാജരയുടെ ആട്ട എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് നമുക്ക് റാഗി ഫ്ലോർ എടുക്കാം, പിന്നെ 1/2 കപ്പ് നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം. ഇതെല്ലാം നമ്മൾ ഓൺലൈൻ നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എല്ലാം ഓൺലൈൻ തന്നെ പർച്ചേസ് ചെയ്യാൻ കിട്ടും. 2 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ കടലമാവ് എടുക്കാം, 2 ടേബിൾ സ്പൂൺ നമുക്കാണെങ്കിൽ റവ എടുക്കാം, 1 ടീസ്പൂൺ നമുക്ക് ജീരകം, ചെറിയ ജീരകം, 1 ടീസ്പൂൺ നമുക്ക് അരിമോദകം, 2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ കസൂരി മേത്തി, പിന്നെ 1 ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടിച്ചതും, 1 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ചെടുക്കാം, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കി എടുക്കാമേ. പിന്നെയാണെങ്കിൽ ചെറിയ ചൂടുവെള്ളം, ഒത്തിരി ചൂടുവെള്ളം ആക്കാൻ പാടില്ല, നമ്മുടെ കൈയൊക്കെ തൊടുന്ന പാകം വേണം ചൂടാക്കാനായിട്ട്. അപ്പോൾ ചെറുതായിട്ട് ഞാൻ ചൂടാക്കി വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് നല്ല ടൈറ്റായിട്ട് ഡോ ഇരിക്കണം. നല്ല നമ്മൾ മാവ് കുഴക്കത്തില്ല, അപ്പോൾ നല്ല പൂരിക്കോ സമോസയ്ക്കോ നമ്മൾ കുഴക്കത്തില്ലേ, നല്ല ടൈറ്റായിട്ട് അതുപോലെ വേണം കുഴച്ചെടുക്കാൻ. പറ്റാവുന്ന അത്ര നമുക്ക് ടൈറ്റാക്കി എടുക്കുക. ഒത്തിരി വെള്ളം ഒഴിക്കാൻ പാടില്ല, കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഫ്രണ്ട്സ്, ഇങ്ങനെ റെസിപ്പീസും വീഡിയോസൊക്കെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുന്ന കൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ ഫുള്ളായിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ നിങ്ങളെപ്പോഴും മറന്നു പോകും കേട്ടോ. പ്ലീസ് അങ്ങനെ ചെയ്യലേ, ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതായത് കുറേശ്ശെ എടുത്ത് കണ്ടില്ലേ, വെള്ളമൊക്കെ ഒഴിച്ച്. ഇന്ന് ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല കേട്ടോ. അതിനകത്തിന് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് പാകത്തിന് വേണ്ട, നല്ല ലൂസായിട്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഒത്തിരി വെള്ളം എടുത്ത് ഒഴിക്കാൻ പാടില്ല, കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതേ മാവൊക്കെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കണ്ടാൽ തന്നെ അതേ വിരലിങ്ങനെ അമക്കുമ്പോഴും അകത്തോട്ട് പോകത്തില്ല കേട്ടോ, അത്രയും ടൈറ്റ്. അത് ഒരു 10-15 മിനിറ്റത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം നമുക്ക് ചെറിയ ഉരുളയാക്കി എടുക്കാം. എത്രയും നമ്മളെ കൊണ്ട് ചെറുതാക്കാൻ പറ്റുന്നു അത്രയും ചെറിയ കുഞ്ഞു ഉരുളയാക്കി എടുക്കണേ. നമ്മൾ പൂരിക്കൊക്കെ എടുക്കത്തില്ലേ, ചെറിയ നാട്ടിലൊക്കെ വലിയ പൂരിയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾ ഈ പാകത്തിന് ചെറിയ പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പാകത്തിന് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ പരുത്തിയൊക്കെ എടുക്കണമെങ്കിൽ ഇതാണ് ഈ പാടാണ് കേട്ടോ, അത് പൊട്ടിപ്പോവും. അത് ബൈൻഡിങ് ഇല്ലല്ലോ, അത് കാരണം കൊണ്ട് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. ഇതൊരു കട്ടോരിയുടെ ഹെൽപ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുള വെച്ച് കൊടുത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ടമക്കി നന്നായിട്ട് തിക്നെസ് നമുക്ക് ഇച്ചിരി ഒരു മീഡിയം തിക്നെസ് വേണം വെക്കാൻ. പിന്നെ എന്തെങ്കിലും ഫോർക്കും കൊണ്ട് ഇതുപോലെ ഹോളാക്കി കൊടുക്കുക. ഇനി നമുക്കാണെങ്കിൽ എയർ ഫ്രൈയിൽ ഇതായത് 180 ഡിഗ്രിയിൽ 12 മിനിറ്റ് കൊണ്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് വേണമെങ്കിൽ എണ്ണയിൽ വറുത്ത് കോരി എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഹെൽത്തി റെസിപ്പി ആയില്ലേ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ബേക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഗിൽറ്റ് ഫ്രീ നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റും എപ്പോൾ വേണമെങ്കിലും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതായത് 180 ഡിഗ്രിയിൽ ഒരു 12 മിനിറ്റത്തേക്ക് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയിക്കണം. ഞാൻ ഇങ്ങനെ നല്ല ഹെൽത്തി റെസിപ്പീസൊക്കെ ഇടാറുണ്ട്. നിങ്ങളൊക്കെ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തന്നെ അറിയിക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.